ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള പിശാച് വരുന്ന വഴികൾ എന്തൊക്കെയാണ്, ഏതാണ് പിശാചിന്റെ വഴി, ഇത് നമുക്കറിയണം. ഉദ്ദേശം ഒരു 10ഓളം വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇതറിഞ്ഞാൽ പിശാചിന്റെ വഴി നമുക്ക് ക്ലിയർ ആയി. ആ വഴികൾ എപ്പോഴും കാത്തിരിക്കുക. അങ്ങനെ ചിന്തകൾ വരുന്നത് ഇത് പിശാചിന്റേതാണ്, പെട്ടെന്ന് തിരിച്ചറിയും ചെയ്യാം. നമ്മൾ ആരംഭിക്കുന്നു. അതിന്റെ സമയം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ആ 10 കാര്യങ്ങളും പറയാം. ഒന്ന് മിൻ ഖിബലിൽ ഹിർസി വസൂഇ ظന്നി. നമുക്ക് അത്യാഗ്രഹം വരിക, ജീവിതത്തിൽ അത്യാഗ്രഹം വരിക, പൈസ ഉണ്ടാക്കണമെന്ന അതിയായ ആഗ്രഹം, കൊതി വരിക, പണത്തോടുള്ള ആർഭാടത്തോടുള്ള കൊതി, അത് മനസ്സിന് കളയണം. പൈസ വേണം, നിങ്ങൾക്ക് ദുനിയാവിലെ അള്ളാഹു അനുവദിച്ച ഹലാലുകളൊക്കെ എടുത്തോളൂ, ഒന്നും കുഴപ്പമില്ല, മനസ്സിലേക്ക് കൊടുക്കരുത്. കയ്യിൽ പൈസ തരണം പടച്ചോനെ, ഹൃദയത്തിലേക്ക് തരല്ലേ. ഖൽബ് നിന്നെ സ്നേഹിക്കാനുള്ളത്, അത് പൈസയെ സ്നേഹിക്കാനുള്ളതല്ല. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവാണ് സയ്യിദുസ് സുഹാദ്. സുഹദ് എന്ന് പറഞ്ഞാൽ പരിത്യാഗം എന്നാണ്, ത്യാഗിയായി ജീവിക്കുക, ദുനിയാവിന്റെ ആർഭാടങ്ങൾ ഉപേക്ഷിക്കുന്ന ആൾക്കാണ് സാഹിദ് എന്ന് പറയാ. ഈ സാഹിദീങ്ങളുടെ നേതാവാരാ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ ഏറ്റവും വലിയ മുതലാളിയായ സ്വഹാബിയാണ്. 1000-ലേറെ 10,000 ഒട്ടകങ്ങളാണ് തബൂക്ക് യുദ്ധത്തിന് ഒരുക്കി കൊടുത്തത്. 1000 ഒട്ടകപ്പുറത്തുള്ള സാധനങ്ങളാണ് ഫ്രീ ആയിട്ട് മദീനക്കാർക്ക് കൊടുത്തത്. അങ്ങനത്തെ മുതലാളിയാണ്. അവരായിരുന്നു ഏറ്റവും വലിയ സാഹിദ്. അതിനർത്ഥം പൈസ ഇല്ലാതിരിക്കുന്ന ഒരാളല്ല സാഹിദ്, അത് ഉണ്ടായിരിക്കെ തന്നെ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കുന്നവർ, മനസ്സുകൊണ്ട് പൈസയെ സ്നേഹിക്കാത്തവർ, ഇവരെ സംബന്ധിച്ചാണ് സാഹിദ് എന്ന് പറയാന്ന്. ഹിർസ് പാടില്ല, അത്യാഗ്രഹം വരിക. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വല്ലതും ചോദിക്കുമ്പോഴേക്കും പടച്ചോനെ എന്റെ പൈസ പോയി പോവുമല്ലോ, ഇല്ലല്ല, അത് പോകില്ല, അത് വളരാനുള്ളതാണ്, അത് ലഭിക്കാനുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തെടുത്തത് മനസ്സിലാക്കണം. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു ജീവിക്കും, ദാബ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ജീവനുള്ള മനുഷ്യനും അല്ലാത്തവരുമായ എല്ലാറ്റിനും അവരുടെ റിസ്ക് അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ എന്തിനാ പിന്നെ അത്യാഗ്രഹം? നമുക്കിടെ റിസ്ക് പടച്ച തമ്പുരാൻ ഏറ്റെടുത്ത വിഷയമാണ്. അതുകൊണ്ട് അത്യാഗ്രഹത്തെ നമ്മൾ തടയണം, അത് പിശാചിന്റെ വഴിയാണ്. മറ്റൊരു വിഷയം പിശാച് കൊണ്ടുവരുന്നത് മിൻ ഖിബലിൽ ഹയാതി വതൂലിൽ അമൽ. ഒരുപാട് കാലം ഞാൻ ജീവിക്കും എന്നൊരു തോന്നൽ മനസ്സിൽ ഇങ്ങനെ വരുന്നത്, ഇത് പിശാച് കൊണ്ടുവരുന്നതാണെന്നാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാനൊരു ശ്വാസം എടുത്തു വലിക്കുമ്പോൾ അടുത്തത് എനിക്ക് കിട്ടുമോ എന്നറിയാത്ത രീതിയിൽ ഒരു കാലെടുത്ത് വെച്ചാൽ അടുത്ത കാൽവെപ്പിലേക്ക് എനിക്ക് മരണം സംഭവിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിർസും തൂലുൽ അമലും, ഒരുപാട് കാലം ജീവിക്കുമെന്ന ആ ഒരു വലിയ വലിയ പ്ലാനിങ്ങുകൾ ജീവിതത്തിൽ ചെയ്യുന്നത്, അത് പിശാചിന്റെ വഴിയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിനെങ്ങനെ ചികിത്സിക്കാന്നറിയോ? പെട്ടെന്ന് മരണം വരും എന്ന് എപ്പോഴും ആലോചിക്കലാണ്. എപ്പോഴും വരും, എപ്പോഴും മരണം വരും. ഒരു പെണ്ണിന് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. ഇന്നലെ നാട്ടില് 20 വയസ്സുള്ള പെണ്ണ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അവൾ 7 മാസം ഗർഭിണിയാണ്. ആ പെണ്ണ് കുഞ്ഞിന് ഭക്ഷണം കൊടുത്തു. 7 മാസം ഗർഭിണിയായിരിക്കുന്ന പെൺകുട്ടി, 20 വയസ്സേ ആയിട്ടുള്ളൂ. അവളൊന്ന് കുമ്പിട്ട് ഇരിക്കുന്ന പോലെ തോന്നി, അവിടെ തന്നെ ഒരു സുജൂദിൽ വീഴുന്ന പോലെ അങ്ങ് വീണു, മരിച്ചു. 1.5 വയസ്സുള്ള കുട്ടി ആ ഉമ്മയെ ചോദിച്ച് കരയാണ്. നാട്ടില് നമ്മുടെ ചെർപ്പുളശ്ശേരി ഭാഗത്ത്. സുബ്ഹാനല്ലാഹ്. ഫുജ്അത്തുൽ. ആരെങ്കിലും ആലോചിക്കോ? പ്രത്യേകിച്ച് ഗർഭിണികളാകുമ്പോൾ ഡോക്ടർമാർ ചെക്ക് ചെയ്യുമല്ലോ, ഒരു കുഴപ്പം കണ്ടിട്ടില്ല. ഇടക്കിടക്ക് ഫ്രീക്വന്റ് ചെക്കപ്പ് ഉണ്ടാവുമല്ലോ, അതിലൊന്നൊരു കുഴപ്പമില്ല, എല്ലാം നോർമലാണ്. പക്ഷേ മരണം സംഭവിച്ചു. ഫുജ്അത്തുൽ മൗത്ത്. ഇത് അള്ളാഹു എല്ലാവർക്കും കൂടെ ഒരുമിച്ച് തരൂല. നമ്മുടെ ഇടയിൽ നമ്മൾ അറിയാനും ബോധിക്കാനും 1-2 കുടുംബങ്ങളിൽ, നമ്മുടെ പരിസരത്തുള്ള 1-2 ആളുകൾ, നമ്മുടെ ചുറ്റുപാട് നമ്മൾ അറിയുന്ന കുറച്ചാളുകൾ, ഇവരെ അള്ളാഹു കൊണ്ടുപോവുകയാണ്. എന്തിനെന്നറിയോ? നമുക്ക് ബോധം വരാൻ. ഫുജ്അത്തുൽ മൗത്ത്, പെട്ടെന്നുള്ള മരണം മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്. തിന്മ ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് ശിക്ഷയാണ്. ഒന്ന് പൊറുക്കലിനെ ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും ഒരുങ്ങി നടക്കുകയാണ്, അള്ളാഹ് വിളിച്ചാൽ പോകാൻ റെഡിയാണ്. അങ്ങനത്തെവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള മരണം ഖൈറാണ്. കാരണം രോഗിയായി കിടന്ന് ബാക്കിയുള്ളവർക്ക് ഭാരമാവണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ പറ്റും.
അപ്പൊ ഒരുപാട് കാലം ഞാൻ ജീവിക്കുമെന്ന ആ ഒരു ആഗ്രഹം വേണ്ട. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ പ്ലാൻ ചെയ്തോളൂ. ജീവിതത്തിൽ നന്മകൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നല്ലാതെ കുറെ സുഖിക്കണം, എന്തൊക്കെയോ ചെയ്തു കൂട്ടണം, ഈ ലോകം ജീവിച്ച് മതിയായിട്ടില്ല. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നാട്ടില് നമ്മുടെ പരശുരാമല്ല ഏതോ ട്രെയിനിന് നമ്മുടെ മലബാർ ഭാഗത്ത് നിന്ന് ഞാൻ കൊച്ചിയിലോട്ട് എറണാകുളത്തേക്ക് വരുന്ന സമയത്ത് ഒരു വയനാട് നിന്ന് വരുന്ന ഒരു ക്രിസ്ത്യാനി, അയാൾ സംസാരിക്കുന്നത് എന്റെ തൊട്ടപ്പുറത്തെ സീറ്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അയാൾ പറഞ്ഞു, എനിക്കിപ്പോ 60 വയസ്സായി. ആ വയനാടൻ മലയാളം ഭാഷ എനിക്ക് അറിയുന്നില്ല, പക്ഷെ എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. അപ്പൊ അയാൾ കൂടുതൽ ഫ്രണ്ട്സിനോടെ പറഞ്ഞു, ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. അപ്പൊ അയാളെ ജീവിതത്തിന്റെ ശൈലിക്ക് ഒരു കർഷകനാന്ന് തോന്നി അയാളെ കണ്ടപ്പോ എനിക്ക്. പക്ഷേ AC ക്ലാസ്സിലോ റിസർവേഷനിലോ എന്തോ ആയിരുന്നു. അപ്പൊ കുറച്ച് വകുപ്പൊക്കെ ഉള്ള ആളായിരിക്കണം. ഏതായിരുന്നാലും ആളിങ്ങനെ പറയാണ്, എനിക്ക് കൊതി തീർന്നിട്ടില്ല എന്റെ ജീവിതത്തിൽ. എനിക്കിപ്പോഴും എന്റെ യൗവനത്തെ ആ ഒരു ഊർജ്ജസ്വലതയും ഉന്മേഷവും എനിക്കിപ്പോഴും മരിക്കണമെന്ന് തോന്നുന്നില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര, എന്താണ് ഇയാൾ ഈ പറയണത് റബ്ബേ, എനിക്കും ഇപ്പോഴും മരിക്കാൻ ആയിട്ടില്ല, സമയമായിട്ടില്ല, എനിക്കത് മരിക്കാൻ ആഗ്രഹമേ തോന്നുന്നില്ല, ജീവിച്ച് മതിയായിട്ടില്ല. ആ ഒരു സർക്കിളിനെ ചുറ്റിപ്പറ്റി ഇയാൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് അയാളുമായി ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ മനുഷ്യരുടെ കാഴ്ചപ്പാടുകൾ നമുക്കിന് ഓർമ്മ വരും. ഇങ്ങനെ നമ്മൾ മതിയായില്ലല്ലോ, നമ്മൾ 50-60 വയസ്സാകുമ്പോഴേക്കാണ് വലിയ കൂറ്റൻ വീടുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലേ? എന്താ അതിന്റെ അർത്ഥം? ഇനിയും ഒരുപാട് കാലം ജീവിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ അറിയാതെ അതിന്റെ ഉള്ളിലുണ്ട്. അൽ ഹിർസു വതൂലുൽ അമൽ. ജീവിതത്തിന് ഒരുപാട് കാലം ഞാൻ ജീവിക്കും, അതുകൊണ്ട് കുറെ കാലം തെറ്റ് ചെയ്ത് നടക്കുക, പിന്നെ ഒരു ഹജ്ജിന് പോകാം, പിന്നെ ഒരു ഉംറക്ക് പോകാം. ഹജ്ജ് കഴിഞ്ഞാൽ അള്ളാഹ് എല്ലാം പുറത്തു വരുന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഞാൻ 40-ാമത്തെ വയസ്സിൽ എന്ത് ചെയ്യും? ഹജ്ജ് ചെയ്തേക്കും, അങ്ങനെ നന്നായേക്കും. ഇത് പിശാച് പറയിപ്പിക്കുന്നതാണ്. നിനക്കെന്തറിഞ്ഞു 40? നീ 4 സെക്കൻഡുകൾക്കടക്കം മരിക്കുമോ എന്ന് നീ അറിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഒരുപാട് ജീവിതത്തിൽ ആശ വരുത്തുന്നത് പിശാചാണ്. അതിനെ നിങ്ങൾ ചികിത്സിക്കണം. ആ പിശാചിന് ഖുർആന്റെ മറുപടി അതാണ്. ഏത് ഭൂമിയിലാണ് മരിക്കുന്നത് എന്ന് ഒരു ശരീരത്തിനും അറിയില്ല. നമ്മൾ ഏത് ഭൂമിയിലാണ് മരിക്കുന്നത് എന്ന്. നമ്മൾ പ്രവാസികൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മള് മയ്യിത്തുകളൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥകളാണ് ഇപ്പോൾ ഉള്ളത്. അത് കൊണ്ടുപോവണ്ട എന്ന് പറയാൻ വയ്യ. കാരണം ഇപ്പൊ സിയാറത്തോ കുടുംബത്തിന് സന്ദർശിക്കാനോ, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് മരിച്ചിട്ടുണ്ടെന്ന് ഭാര്യയ്ക്കൊന്ന് ഉറപ്പാവാനോ ഒക്കെ ഒരു പക്ഷെ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോവേണ്ടി വന്നേക്കും. എന്നാലും ഏറ്റവും ഉത്തമം അതിന്റെ സുന്നത്തും നമ്മൾ പ്രവാസികളൊക്കെ മനസ്സിലാക്കുക. നമുക്കറിയില്ല എവിടെയാ മരിക്കാൻ. ഇവിടെ ആണെങ്കിലോ അല്ലെ 2 കൊല്ലത്തെ വിഷയം നമ്മൾ അടിക്കുന്നത്, അതിനർത്ഥം 2 കൊല്ലത്തിന് ഇവിടെ ഉണ്ടാവുന്നല്ലേ? സുബ്ഹാനല്ലാഹ്, വല്ലാത്ത അവസ്ഥയാണ്. എനിക്കിതിങ്ങനെ കാണുമ്പോൾ എനിക്കിങ്ങനെ ഉള്ളിലിങ്ങനെ ബേജാറ് വരുന്നുണ്ട്. നമ്മൾ 1 കൊല്ലം അപ്പുറത്തേക്കൊക്കെ ഡേറ്റ് കൊടുക്കണത്. എന്ത് അവസ്ഥ, എന്ത് കണ്ട് നൗഫൽ ഇപ്പൊ ചൂടാവും. നൗഫലിനോട് ഉസ്താദ് അങ്ങനെ ഒരു വേദ പറഞ്ഞിട്ടുണ്ടല്ലോ, അടുത്ത നിമിഷം എന്താ സംഭവിക്കാന്നല്ല, നിങ്ങൾ എന്താ 2017 ഡേറ്റ് കൊടുക്കുക? എന്താ ചെയ്യുക, നമുക്കറിയില്ല. ഞാൻ പറയും ഇൻഷാ അല്ലാഹ് ആയുസ് ഉണ്ടെങ്കിൽ, മരിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്താ നമുക്കറിയില്ലല്ലോ. പടച്ച തമ്പുരാനെ, നമ്മൾ അടുത്ത നിമിഷമുണ്ടോ, നമ്മളുണ്ടോ, നിങ്ങളുണ്ടോ, ആരുണ്ടോ, ഒന്നും അറിയില്ല. വല്ലാത്തൊരു ലോകമാണ്, അല്ലേ? അല്ലാഹുവേ, നമ്മളൊരു ചെറുപ്പക്കാരനോട് മയ്യിത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഡോക്ടർ നവാസ്, അല്ലേ, പ്രൊഫസർ നവാസ്, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ SKSF സമ്മേളനത്തിൽ സമർക്കന്ദിൽ അവിടെ ഒരു 10-15 മിനിറ്റ് സംസാരിച്ചു പോയ ഒരു നല്ല ചെറുപ്പക്കാരൻ. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല, എന്റെ സുഹൃത്തുക്കളുടെ സുഹൃത്താണ്. ഏതായിരുന്നാലും അദ്ദേഹമൊക്കെ വളരെ ആ യങ് ഏജിൽ 2 കണ്ണുമില്ല, 2 അനിയന്മാർ അന്ധന്മാരാണ്. അവിടെ പെങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക വടകര ഭാഗത്ത്. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി സഹായമൊക്കെ നമുക്ക് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ വിഷയത്തിൽ സഹകരിക്കും വേണം. അവരുടെ കുട്ടികളെ പഠിപ്പിക്കും വേണം. വളരെ പാവപ്പെട്ട വീടില്ല, വീടിന് വേണ്ടി ഒക്കെ ഒരു ചെറിയൊരു സംവിധാനമൊക്കെ നാട്ടിലെ നമ്മുടെ സുഹൃത്തുക്കളെ കൂടി ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, വിഷയം വിജയിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുന്ന അല്ലാഹു വിജയിപ്പിക്കട്ടെ. വളരെ ചെറുപ്പത്തിൽ, വളരെ യങ് ഏജിൽ അദ്ദേഹം ഒരു പ്രൊഫസറായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യാണ്. പൊളിറ്റിക്കൽ സയൻസിൽ അധ്യാപകനായിട്ട്. 2 കണ്ണുമില്ല, നല്ല ദീനീ പ്രവർത്തകൻ. എന്തോ ഒരു വലിയ സൗഭാഗ്യം. അള്ളാഹു കൊണ്ടുപോയിരിക്കുകയാണ്. ബ്രെയിൻ ട്യൂമറായിരുന്നു വർഷങ്ങളോളം. പക്ഷെ അതാരോടും പറയാതെ കൊണ്ടു നടന്നു. അള്ളാഹുവിന്റെ വിളി കേട്ട് പോയിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ.
അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുഹൃത്തുക്കൾ പറയാണ്, അവർക്ക് അരമണിക്കൂർ സമയമാണ് സമർക്കന്ദിൽ സംസാരിക്കാൻ വേണ്ടി കൊടുത്തത്. 15 മിനിറ്റാണ് അദ്ദേഹം സംസാരിച്ചത്. ആ ഒരു ബാക്കിയുള്ള 15 മിനിറ്റ് അദ്ദേഹത്തിന്റെ വേദന കൊണ്ട് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. അത് ആരോടും പറയാതെ അദ്ദേഹം പെട്ടെന്ന് ഫെയിന്റഡ് ആയി പോകുമെന്ന് പേടിച്ച് ആ ഒരു 15 മിനിറ്റ് സംസാരിച്ച് പെട്ടെന്ന് പോയതാണ്. ആ യാത്ര നേരെ മരണത്തിലേക്കായിരുന്നു. അദ്ദേഹത്തിന് വലിയ പ്രാർത്ഥനകൾ കിട്ടി, ഒരുപാട് ആളുകളുടെ ദുആ ലഭിച്ചു. അദ്ദേഹത്തിന്റെ നമ്മുടെയൊക്കെ ആഖിറം അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമുക്കറിയില്ല, മരണപ്പെടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ആ ശരീരം ചൂടാറും മുമ്പ് എവിടെയാണോ മരിച്ചത് അവിടെ മറവ് ചെയ്യലാണ് ഏറ്റവും ഉത്തമം. പിന്നെ കാത്തുവെച്ചിരിക്കാതിരിക്കുക. അതുകൊണ്ട് വസിയത്ത് ചെയ്യാൻ പറ്റുന്നവരൊക്കെ, സുഹൃത്തുക്കളോടൊക്കെ അറിയിക്കാൻ പറ്റുന്നവര്, നമ്മൾ ഇവിടെ നിന്ന് മരിക്കുകയാണെങ്കിൽ ഇവിടെ മറവ് ചെയ്തോട്ടെ. അതല്ല നാട്ടിൽ തന്നെ പോയി കിടക്കണം, ഇവിടെ കിടക്കാൻ പേടിയാണ്, നാട്ടിൽ പോയി കിടന്ന സമാധാനം ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നാട്ടിലായിക്കോട്ടെ. പക്ഷെ അതൊക്കെ ഒരുപാട് ചെലവും നമ്മുടെ എംബാം ചെയ്യിക്കുന്നത് ശരീരത്തിലൊരു മാറ്റം വരുത്തലൊക്കെ അല്ലേ. ശരീരം നമ്മളെ കേടുവരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ അതൊരു മയ്യത്തിന്റെ ശരീരത്തെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അനാവശ്യമായിട്ട് ഒരു അത്യാവശ്യമായൊരു വിഷയത്തിലേക്ക് ആണെങ്കിലൊക്കെ നമ്മൾ ഇവിടെ മറവ് ചെയ്ത അള്ളാഹുവിന്റെ കഥ അതായിരിക്കുന്ന, നമ്മൾ നാട്ടിൽ എത്തേണ്ട ബോഡിയാണെങ്കിൽ നാട്ടിലെത്തിയിരിക്കും. അത് അപ്പൊ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് ചെലവ് വരുത്തുന്നത്, അതിനുവേണ്ടി ആളുകളെ കാത്തു നിർത്തി, എന്നിട്ട് മയ്യത്തൊക്കെ നാട്ടിലേക്ക് എത്തുമ്പോൾ വികൃതമായ അവസ്ഥയിലേക്ക് ശരീരം മാറിപ്പോകുന്നത്. നമ്മുടെ സുഹൃത്തോടെ മരിച്ചില്ലേ, നമ്മുടെ KMCC-യുടെ പ്രവർത്തകനായ ഒരു സുഹൃത്ത്. അപ്പൊ നാട്ടിലെത്തിയിട്ട് പറയാതെ അദ്ദേഹമാണോ വേറെ ആളാണെന്ന് പോലും അറിയാത്ത അവസ്ഥയായി പോയി. സുബ്ഹാനല്ലാഹ്. അപ്പോ നമ്മൾ എവിടെയാ മരിക്കാന്നറിയില്ല. എവിടെ മരിച്ചാലും അതിന് റെഡിയായി നിന്നോളി. ബി പ്രിപ്പയർഡ്. ഇത്രേ വിഷയമുള്ളൂ. എപ്പോഴും റെഡി ആയിരിക്കുക. അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക. അള്ളാഹുവിലേക്ക് എപ്പോഴും പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുക. പിശാച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഏറ്റവും വലിയ അവന്റെ ആയുധം ഇതാണ്. നീ ഇപ്പോഴൊന്നും മരിക്കൂല എന്ന് പറയാ. നീ എന്റെ മസില് നീ കാണില്ലേ, ഇപ്പോഴൊന്നും മരിക്കൂല. എന്ത് മസില്? വാഹനടിച്ച് മരിക്കാനോ അപകടം സംഭവിക്കാനോ മസില് വേണോ? നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ലങ്സും നമ്മുടെ ഹാർട്ടൊക്കെ ക്ലിയർ ആണെങ്കിൽ പോലും ഏതെല്ലാം രീതിയിൽ മരണം വരുന്നുണ്ട് ഇതൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് പിശാച്ചിന്റെ രണ്ടാമത്തെ ആയുധം അതാണ്. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഏത് ഭൂമിയിലാണ് ഒരു ശരീരം മരിക്കുന്നത് എന്ന് അല്ലാഹുവിനല്ലാതെ ആർക്കും അറിയില്ല. നമ്മൾ എവിടെയാ മരിക്കുക എന്ന് പറ, അത് അല്ലാഹുവിന്റെ അടുത്തുള്ളതാണ്. അതുകൊണ്ട് ആ ആയത്ത് പിടിച്ചിട്ട് പിശാച്ച് തരുന്ന ഈ ചിന്തയെ മറികടക്കണം എന്നാണ് ഉലമാ പറയുന്നത്.